എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബൺദോശയാണ്. ബൺദോശ ഞാൻ റേഷൻ പച്ചരി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഞാൻ എണ്ണയൊന്നും തേക്കാതെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ എണ്ണയൊന്നും തേക്കാതെ തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് ബൺദോശ തയ്യാറാക്കാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റോടൊപ്പം ഒരു ചട്നിയും കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ബൺദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അരി ഇപ്പം നന്നായിട്ട് കഴുകിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ടാണ് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉലുവ ചേർത്തതിന് ശേഷം 2 പ്രാവശ്യം കൂടി കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഞാൻ രാവിലെയാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് കുതിരണം. നമുക്ക് വൈകുന്നേരം ഇത് അരച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ അരക്കുന്ന പോലെ തന്നെ തലേ ദിവസം രാത്രി ഇത് അരച്ചിട്ട് വെക്കണം. അപ്പോൾ ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് അരക്കാനായിട്ട് എടുത്തതാണ്. നമുക്കിത് അരക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മാവ് പൊങ്ങി കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അരി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അരിയുടെ കുറച്ച് താഴെയായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം നമുക്കിത് തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഇഡ്ഡലി മാവിനും ഒക്കെ അരക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ചുടുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ അപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് വെള്ളം ഏറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബൺദോശ നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഉലുവയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ ഉലുവ നമുക്ക് ഇതിൽ കുറച്ച് അളവിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് 1/4 ടീസ്പൂൺ ഉലുവ എന്ന രീതിയിൽ ചേർത്താലും മതി. ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ എന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഉലുവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉലുവയുടെ ടേസ്റ്റ് അത്ര കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ചിലർക്ക് ഇഷ്ടമാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടോ, ഈ അരിയുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ കുറച്ച് താഴെ ആയിട്ട് തന്നെ വെള്ളം വെച്ചാൽ മതി. വെള്ളം കൂടി പോകണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. 2 ബാച്ചായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മിക്സി അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 1/2 വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒറ്റ ബാച്ചിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കിയുള്ള അരിയും കൂടി ഞാൻ ഇതിലോട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ചേർത്തിട്ട് അരച്ചിട്ട് ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബൺദോശയിലോട്ട് വേണ്ടത് തേങ്ങയും അവിലുമാണ്. അപ്പോൾ തേങ്ങയും അവിലും ഞാൻ ഒരേ അളവ് തന്നെ എടുക്കുന്നത്. ഒരു 1/4 കപ്പ് വെച്ചിട്ട് എടുത്താൽ മതി 2 കപ്പ് അരിയിലോട്ട്. 1 കപ്പ് വരെ എടുക്കാം കേട്ടോ. തേങ്ങ നല്ല ഇഷ്ടമാണെങ്കിൽ 1 കപ്പ് വരെ എടുക്കാം. പക്ഷേ ഞാനൊരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 കപ്പ് അവിലെടുത്തിട്ടൊരു ബൗളിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് മുമ്പ് കുതിരാനായിട്ട് വെച്ചതായത്. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് അവൽ, വെള്ള അവലുണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല വെള്ള കളർ ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതാണ് നല്ലത്. ഇതിൽ കുറച്ച് തവിടൊക്കെ ഉള്ളത് കൊണ്ട് ഇതാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കുതിർത്താൽ മതി കേട്ടോ. നമ്മൾ ഈ അരി അരക്കാവുന്ന ആ സമയം കൊണ്ട് തന്നെ ഇത് കുതിർന്ന് വരും. അരക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അരി അരച്ചൊക്കെ വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അരി കുതിരാനായിട്ട് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും, അവിലും തേങ്ങയും ആയതുകൊണ്ട് തന്നെ. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി വെക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കണം. അവിലും തേങ്ങയും നമ്മൾ ആദ്യം അരച്ച അരിയും എല്ലാം കൂടി ഒന്നിച്ചൊന്ന് മിക്സാക്കിയിട്ട് നല്ല പോലെ ഇളക്കി മിക്സാക്കിയിട്ട് വെക്കണം. നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലത്. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര തന്നെ പൊങ്ങുള്ളൂ കേട്ടോ. ഇത് കാരണം നമ്മളിത് ഉഴുന്നൊന്നും ചേർത്തിട്ടില്ലല്ലോ, എന്നാലും നല്ല പോലെ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇളക്കിയിട്ടൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇതിലോട്ട് ഒന്ന് താളിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഞാൻ മുഴുവനോടെയുള്ള ഉഴുന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ഇങ്ങനെ താളിച്ച് ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എണ്ണ ഒന്നും അത്ര ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഇങ്ങനെ താളിച്ച് ഒഴിക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം ഇതിങ്ങനെ തന്നെ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ
ഇങ്ങനെ തന്നെ ചുട്ടാലും ബൺ ദോശ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ താളിച്ച് വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് കറി ഇല്ലാതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കുറഞ്ഞ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നതിനെ കൊണ്ട് നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചട്നിയും കൂടി ഞാൻ അതിലോട്ട് തയ്യാറാക്കുന്നുണ്ട്. ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം പാൻ തന്നെ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ചട്നി ഇല്ലാതെയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചട്നിയോ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ താളിച്ച് ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും അതുപോലെ തന്നെ ഒരു ഇഞ്ചിയുടെ പീസും 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര ചെറുതാക്കി കട്ട് ചെയ്യേണ്ട, കാരണം നമുക്കതെല്ലാം കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി, അത്ര ഒരു വലിപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലോട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഒരു 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചട്നി, ഈ ചട്നി ഇതിലോട്ട് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ചൊരു കായത്തിൻ്റെ ഒരു പീസും കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കായത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത സമയത്ത് കായത്തിൻ്റെ ഒരു പീസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഞാൻ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതൊരു 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്താൽ മതി. നമ്മുടെ ചട്നി തയ്യാറായി. ഈ ചട്നി ഇതിലോട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ബൺ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്ക് അപ്പച്ചട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പച്ചട്ടിയിൽ എണ്ണ തേച്ച് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. എണ്ണ നന്നായിട്ട് തേച്ചിട്ടാണ് പലരും ഇത് ചുട്ടെടുക്കാറ്. ഞാനിത് എണ്ണ തേക്കാതെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. നമ്മൾ സാധാരണ പാലപ്പൊക്കെ ചുടില്ലേ, അതുപോലെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. പക്ഷേ നമുക്കിത് ഒഴിച്ച ഉടനെ തന്നെ ചുറ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങപ്പോൾ തന്നെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചട്നി അരക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. വെറുതെ ജസ്റ്റ് ഒന്ന് മാവ് കോരി ഒഴിച്ചിട്ട് അടച്ച് വെക്കുന്ന പണിയുള്ളൂ. കണ്ട നന്നായിട്ട് പൊള്ളനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ചട്നി ഇത് കണ്ടോ നല്ലപോലെ അരച്ച് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചട്നി ഇങ്ങനെ വറവിടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഒന്ന് കടുകിട്ട് വറുത്ത് താളിച്ച് ഒഴിച്ചാൽ മതി. നിർബന്ധമൊന്നുമില്ല, ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം, കാരണം നമ്മൾ എണ്ണയിൽ താളിച്ചിട്ടാണല്ലോ അത് ആദ്യം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ എണ്ണ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇത് താളിച്ച് ഒഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് താളിച്ചിട്ട് നമുക്ക് നമ്മുടെ ചട്നിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയായി. അപ്പോൾ ബൺ ദോശയും അപ്പോഴേക്കും റെഡിയാവും. നമുക്ക് ആവശ്യത്തിന് മാത്രം ചുട്ടെടുത്താൽ മതി. വേണ്ടത് അപ്പം ചുട്ടെടുക്കുന്നതാണ് നല്ലത്. ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് നോൺ വെജിൻ്റെ കറിയൊക്കെ കൂട്ടട്ടോ, പക്ഷേ ചട്നി തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ ചട്നിയുടെ എണ്ണ മാത്രം ബാക്കിയാക്കി അതിൽ നിന്ന് കടുകും കറിവേപ്പിലയും മാത്രമേ ഇതിലോട്ട് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഈ ഒരു ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ ബൺ ദോശയും ചട്നിയും കൂടി ഇന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനിലായാലും ഫ്രൈ പാനിലായാലും ഒക്കെ നമുക്ക് ഈ ബൺ ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ ഇതുപോലെ ചുട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ 2-3 പാനിൽ വെച്ചിട്ട് ചുടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അപ്പോൾ ഞാൻ 2 പാനിൽ വെച്ചിട്ടാണ് സാധാരണ ചുടാറ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇത് ഓരോന്നോരോന്ന് ചുട്ടെടുക്കുമ്പോൾ കുറേ ടൈം പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ബൺ ദോശ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് നോക്കാം. ഇത് കണ്ടോ നല്ല ഇതാണ് കേട്ടോ. നമ്മളെ ഈ കലത്തപ്പൊക്കെ ചുടില്ലേ നമ്മളെ അതുപോലെ നല്ല ആരൊക്കെ എടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് നോൺ വെജിൻ്റെ കറീൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ചട്നി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചിക്കൻ കറിയോ മട്ടൻ കറിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.